ഇപ്പോൾ ഒരാളെ കൊണ്ട് കരയിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഇറിറ്റേറ്റബിൾ ആക്കിയിട്ടോ എന്താ കാര്യം? അത് ഡിപ്രഷൻ. ഇപ്പം നമുക്കെനിക്കൊന്ന് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ നമുക്ക് മാനസികമായ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കാം. അപ്പം കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് അതൊരു സിംറ്റത്തിന്റെ സിംറ്റം നമ്മൾ പറയും. ഇപ്പം കരച്ചിലിന്റെ കാര്യമാണെങ്കിലും കണ്ണുനീരെന്ന് പറയുന്നത് സങ്കടത്തിന്റെ റെപ്രസെന്റേഷനാണ് സാധാരണഗതിയിലും. ഈ സങ്കടത്തിന്റെ പുറകിൽ നമുക്ക് ആ സങ്കടത്തിലേക്ക് നയിക്കുന്ന ഒരു ചിന്തയുണ്ട്. എങ്കിൽ ആ ചിന്തകൾ സാധാരണഗതിയിൽ നെഗറ്റീവാന്ന് പറയും. ഇപ്പം നമ്മൾ മനുഷ്യർക്ക് എപ്പോഴാണ് സങ്കടം ഉണ്ടാകുന്നത്? നമുക്ക് പല സമയങ്ങളിൽ സങ്കടം ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് സമയങ്ങളിൽ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് സങ്കടം ഉണ്ടായിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസുകളും നമ്മൾ ഒരുമിച്ച് എടുത്ത് വെച്ച് നോക്കാം. ചെറിയ സങ്കടം തുടങ്ങിയിട്ട് പൊട്ടിക്കരയുന്ന 2-3 ദിവസം റൂമിൽ അടച്ചിരുന്ന് കരയുന്ന സങ്കടം വരെ എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസുകളെല്ലാം ത്രൂ ഔട്ടായിട്ട് ഒറ്റ കോമൺ എലമെന്റ് ഉണ്ട്. നഷ്ടം. നമുക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡിപ്രഷനുള്ള അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം, അത് റിയലായിട്ടുള്ളതാകാം, നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതാകാം. ഈ നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, അത് നെഗറ്റീവ് ചിന്തയെന്ന് നമ്മൾ പറയും. ഈ ചിന്തകളുടെ അളവ് മനുഷ്യൻ്റെ ചിന്തയിൽ കൂടി വരും. നമുക്കിങ്ങനെ ചിന്തകളുണ്ട്, ചിന്തകൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഡിപ്രഷനിലോട്ട് എത്തുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുക? ഈ ചിന്തകളുടെ നെഗറ്റീവ് ചിന്തകളുടെ എണ്ണം കൂടുന്നതാണ്. ആ ചിന്തകൾ അധികവും എന്താണ് സങ്കടവുമായിട്ട് നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ നഷ്ടം റിയലാകാം, പെർസീവ്ഡ് ആകാം. എങ്ങനെയാണെങ്കിലും ആ ചിന്തകൾ മനസ്സിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സങ്കടം കൂടും.